പെട്ടെന്ന് ഷെയ്ക്കാകുന്ന ഒരു കുലുക്കം പോലെ ഉണ്ടായി. ഭൂമികുലുക്കത്തിൻ്റെ ആ ഒരു സെയിം ഇതായിരുന്നു. അവരിത് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് നോക്കി. കെട്ടിടം കീപ്പോട്ട് ഇരുന്നിട്ട് ബാങ്കിൻ്റെ ഭിത്തിയില തട്ടി നിൽക്കുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ബാത്റൂമിൻ്റെ ഭിത്തി തകർന്നു. ഇനി എത്രയും പെട്ടെന്ന് മൂന്നാമത്തെ നില ഡിമോളിഷ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ കെട്ടിടം വീണ്ടും ഇരുന്നിട്ട് അപകട സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. നമസ്കാരം. ഹൈഡ്രോളിക് ജാക്കി വെച്ച് ഉയർത്തി അടിത്തറ കെട്ടുന്നതിനിടയിലാണ് എറണാകുളം MG റോഡിന് സമീപമുള്ള ഈ ബിൽഡിംഗ് ചരിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ ഈ കെട്ടിടം ഉയർത്തുവാൻ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഈ ബിൽഡിങ് ഈ ഹൈഡ്രോളിക് ജാക്കിയിൽ നിന്നും തെന്നി മാറിയതിന് ശേഷം ഈ ബിൽഡിങ് ചരിഞ്ഞ് തൊട്ടടുത്തുള്ള എൻസൈം എന്ന ബിൽഡിങ്ങിലേക്ക് മറിയുകയായിരുന്നു. ആ സമയത്ത് വൈകുന്നേരം വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം ചരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഭിത്തിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോട് കൂടി നോക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ അങ്ങനെ നിന്നോട് കൂടിയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഭിത്തികളെല്ലാം പൊട്ടിയ നിലയിലാണ്. അതായത് ഈ കെട്ടിടം പൂർണ്ണമായും നശിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ, അതായത് അഗ്നി രക്ഷാസേന ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും എത്തിയിരുന്നു. അവരുമൊക്കെ എത്തി പരിശോധന നടത്തിയപ്പോൾ ഈ ബിൽഡിങ് ഉയർത്തി വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എത്തിയപ്പോഴേക്കും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. എല്ലാ ഭിത്തികളെല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഉയർത്തി വെക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് ഉള്ളത്. ഇത് പിന്നീട് ചരിഞ്ഞ് തൊട്ടടുത്ത എൻസൈം എന്ന ബിൽഡിങ്ങിലേക്ക് താങ്ങി നിൽക്കുകയായിരുന്നു. ആ ബിൽഡിങ്ങിനും ഇപ്പോൾ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം തെന്നി മാറി ചരിഞ്ഞ് തട്ടി നിൽക്കുന്നത് ഈ എൻസൈൻ എൻക്ലേവ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ്. ഇവിടെ ഭീമ സിൽവർ പ്രവർത്തിക്കുന്നുണ്ട്, ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, കൊട്ടാക്കിൻ്റെ സെക്യൂരിറ്റീസ് അതിൻ്റെ ഓഫീസുണ്ട്, പിന്നെ തൊട്ടപ്പുറത്തൊരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ ഉടമയും താമസിക്കുന്നത് ഇതിൻ്റെ മുകൾ നിലയിലാണ്. ആ 6 മണി സമയത്ത് ഇത് ഈ ബിൽഡിങ്ങിലേക്ക് വന്ന് തട്ടുകയായിരുന്നു. തട്ടിയപ്പോൾ തന്നെ ഈ ബിൽഡിങ്ങിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 1-ാം നിലയിലെ ഗ്രാമീൺ ബാങ്കിൻ്റെ ടോയ്ലറ്റിൻ്റെ ഭാഗം പൊട്ടി തകർന്നിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ബിൽഡിങ്ങിൽ ഫോട്ടോ സ്റ്റുഡിയോ നടത്തുന്ന വിജു ചേരുന്നുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ? ഇന്നലെ ഈ സമയത്തുണ്ടായിരുന്നു. എന്തായാലും സംഭവിച്ചു നമ്മൾ പെട്ടെന്ന് ഷെയ്ക്കാകുന്ന ഒരു കുലുക്കം പോലെ ഉണ്ടായി. ഭൂമികുലുക്കത്തിൻ്റെ ആ ഒരു സെയിം ഇതായിരുന്നു. അവരിത് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് നോക്കി. അപ്പോൾ ചെന്നപ്പോഴാണ് അവിടെ ഇത് ചരിഞ്ഞ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മേളിലേക്ക് വന്നേക്കുന്നത്. പിന്നെ എല്ലാവരും ജസ്റ്റ് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഇത് ഒരു എന്തോ പണിയെന്ന് നമുക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. കുറച്ച് ഹിന്ദിക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അവരുടെ ഓണറ അങ്ങനെയുള്ള ആരും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിൽ അറിയിച്ചു, സ്റ്റേഷനിലൊക്കെ അറിയിച്ചു. അവിടെ നിന്നൊക്കെ ആൾ വന്നു നോക്കിയിട്ട് പോയി. പിന്നെ ഇവരെ ഓണറെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അവരാരും നമ്മൾ ഇതുവരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ബാങ്കുണ്ട്, ബാങ്കിനാണ് കുറച്ച് ഇത് വന്നേക്കുന്നത്. ബാങ്കിൻ്റെ ഒരു ബാത്റൂമിൻ്റെ സൈഡ് കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണെന്നറിയില്ല, ചിലപ്പോൾ മാറുമെന്തെങ്കിലും ചെയ്യും. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവർ കുറേ ദിവസമായിട്ട് പണി ഒരാഴ്ചയായിട്ട് എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലത്. എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഈ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായി, വലിയ നാശനഷ്ടം ഉണ്ടോ ഇപ്പം? ചെറുതായിട്ട് അത് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് അവിടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് അറിയുന്നില്ല. ബാങ്കിൻ്റെ ഇതാണ് മെയിനായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ എഞ്ചിനീയർമാർ വന്ന് നോക്കിയാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. കോർപ്പറേഷൻ അറിയിച്ചായിരുന്നു? കോർപ്പറേഷൻ അറിയിച്ചു. അവർ വന്നിട്ടുണ്ട്. രാവിലെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇത് പൊളിച്ചു മാറ്റും അല്ലേ? പൊളിച്ചു മാറണമെന്നുള്ളതാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കെട്ടിടം കീപ്പോട്ട് ഇരുന്നിട്ട് ബാങ്കിൻ്റെ ഭിത്തിയില തട്ടി നിൽക്കുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ബാത്റൂമിൻ്റെ ഭിത്തി തകർന്നു. പിന്നെ എൻ്റെ സ്ട്രോങ് റൂമിന് ഒരു ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ട് ഭിത്തിക്ക്. വേറെ ആളപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എത്രയും പെട്ടെന്ന് മൂന്നാമത്തെ നില ഡിമോളിഷ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ കെട്ടിടം വീണ്ടും ഇരുന്നിട്ട് അപകട സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികാരികൾ അത് എത്രയും പെട്ടെന്ന് ചെയ്താൽ നന്നായിരിക്കും.
പിന്നെ ഇതിലേക്ക് പോകാനുള്ള വഴി ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കുറേ ശ്രമകരമാണ് സംഭവങ്ങൾ. എന്നിരുന്നാലും നമ്മൾ സെക്യൂരിറ്റി ഏജൻസിയാണ്, ഞങ്ങൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വാച്ച്ഫുള്ളാണ്. ബാക്കി നോക്കാം. എന്തായാലും ഒരാഴ്ചയായി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണി നടക്കുന്ന വിവരം കോർപ്പറേഷനിൽ അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്ത ബിൽഡിങ്ങിൽ താമസിക്കുന്നതോ അല്ലെ അവിടെ സ്ഥാപനം നടത്തുന്ന ഉടമകളോ ഒന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല. നമുക്ക് കാണുന്നത് ഈ ഇരിക്കുന്ന കട്ടകളൊക്കെ ഇത് നിർമ്മിക്കാനായി കൊണ്ടുവന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വഴി ഇടുങ്ങിയ വഴിയാണ്, ഇതിലേക്ക് പോകുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഈ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന കമ്പനി, അതായത് ഈ കെട്ടിടം ഉയർത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ആ കമ്പനി ഉടമകളൊക്കെ ഇവിടെ നിന്നും പോയിരിക്കുകയാണ്. അവരൊക്കെ ഉടനെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് അവരെ അറിയിച്ചിട്ടുണ്ട്. വന്നതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഷീറ്റ് മാറ്റും. അങ്ങനെ മുകളിൽ ഉള്ള ഓരോ ഭാഗങ്ങളും തട്ടി മാറ്റി പതുക്കെ ഈ ബിൽഡിംഗ് പൂർണ്ണമായും ഇവിടെ നിന്നും പൊളിച്ച് നീക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പൂർണ്ണമായും അത് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇതിനിടയിൽ ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഒരു ജീവനക്കാരി അകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം ചെന്ന് അതിലേക്ക് ഇടിക്കുന്നത്. പുറത്ത് മറ്റു രണ്ടുപേരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഭയന്നു പോയി. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ആ ബിൽഡിംഗ് ഇടിച്ച ഭാഗം പൊട്ടിത്തകർന്നിട്ട് അതിൻ്റെ ചീളുകളൊക്കെ ഈ ടോയ്ലറ്റിനുള്ളിൽ ചിതറിക്കിടപ്പുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും ഫയർഫോഴ്സും എത്തി അത് പരിശോധിച്ചു. കെട്ടിടത്തിൻ്റെ ബലപരീക്ഷണങ്ങളൊക്കെ അല്പസമയത്തിനകം പൂർത്തിയാകും. ഇവിടെ നിന്നും കോർപ്പറേഷനിൽ നിന്നും എഞ്ചിനീയർമാർ എത്തി ഈ ബിൽഡിംഗ് കൂടി ഇനി പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം അതിനു വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തും. നിലവിൽ ഗ്രാമീൺ ബാങ്കിലെ എല്ലാ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടുത്തെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇനി പൂർണ്ണതോതിൽ പ്രവർത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.